സ്നേഹരൂപനേ കനിവോടെ അണയണമേ, ഉള്ളിൽ വരദാനമരുളേണമേ. ജീവനാളമായി ലോകപാതയിൽ വരമാരി ചൊരിയണമേ, നിത്യഫലമായി നീ അണയണമേ. ആശ്വാസം നൽകാം, ചൈതന്യം പകരാം, അഗ്നിനാളമായി അവിടും എന്നിൽ നിറയണമേ. പാവനാത്മനേ സ്നേഹരൂപനേ കനിവോടെ അണയണമേ, ഉള്ളിൽ വരദാനമരുളേണമേ. സഹായനിലേക്ക് സ്വാഗതം. പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാള ഭാഷയിൽ പരിശുദ്ധാത്മാവിനെ റുഹാദ കുദീസ എന്നും വിളിക്കാറുണ്ട്. റൂഹ എന്ന പദം മലയാളത്തിലേക്ക് നമ്മൾ എടുക്കുന്നത് പഴയ നിയമഗ്രന്ഥങ്ങളിൽ നിന്നാണ്. പഴയ നിയമഗ്രന്ഥങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ അരൂപിയെ അവതരിപ്പിക്കാനായി ഹീബ്രു ഭാഷയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പദമായിരുന്നു റുആ. ഗ്രീക്ക് ഭാഷയിൽ ഇതിന് നൌമ എന്ന് പറയുമായിരുന്നു. ഇംഗ്ലീഷിൽ സ്പിരിറ്റ് എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ റുആഹിൻ്റെ പൂർണ്ണ അർത്ഥം അത് കൊണ്ടുവരുന്നില്ല എന്നാണ് പണ്ഡിതമതം. റുആഹിന് വിവിധ അർത്ഥങ്ങളാണുള്ളത്. കാറ്റ്, ജീവൻ, ശ്വാസം, വായു, ആത്മാവ്, അരൂപി എന്നൊക്കെ റുആഹ് അർത്ഥമാക്കിയിരുന്നു. ഇതിൻ്റെ കൂടുതൽ അർത്ഥം ഗ്രഹിക്കാനായി പഴയ നിയമ ചിന്തകരുടെ വീക്ഷണത്തിലെ മനുഷ്യ ദർശനവും കൂടി കണ്ടെത്തേണ്ടതുണ്ട്. മനുഷ്യന് 4 ഘടകങ്ങളുണ്ടെന്നായിരുന്നു അവരുടെ സങ്കല്പം. മനുഷ്യന് ശരീരമുണ്ട്. അതിനുള്ള ഹീബ്രു പദം ബാസാർ. ബാസാർ കൊണ്ട് അർത്ഥമാക്കുന്നത് ദൃശ്യവും സ്പർശ്യവുമായ ഭൗതിക വസ്തു, പദാർത്ഥം എന്നാണ്. മനുഷ്യന് രണ്ടാമതായി ഹൃദയമുണ്ട്. അത് മനുഷ്യന് മാത്രമുള്ളതാണ്. ലബാബ് എന്ന ഹീബ്രു പദങ്ങൾ അതിനായിട്ട് ഉപയോഗിക്കുന്നു. ഉള്ളിൽ എന്ന അർത്ഥത്തോടു കൂടിയും ഈ ലേബ് ഉപയോഗിക്കപ്പെടാറുണ്ട്. ഇന്ന് രക്തശുദ്ധീകരണത്തിനും വിതരണത്തിനുമുള്ള ശാരീരിക അവയവം എന്ന അർത്ഥത്തിൽ അല്ല അവർ ഹൃദയം എന്ന പദം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പ്രത്യുത മനുഷ്യൻ്റെ ബുദ്ധിയുടെയും ഇച്ഛാശക്തിയുടെ ഇരിപ്പിടമായിട്ടാണ് ഹൃദയത്തെ കണ്ടിരുന്നത്. മനസ്സ് എന്നും അർത്ഥമാക്കുന്നു. മൂന്നാമത് മനുഷ്യന് ആത്മാവുണ്ട്, നഫഷ്. പ്രധാനമായും ഇത് മനുഷ്യനിലെ ജീവനെയാണ് അർത്ഥമാക്കുന്നത്. മനുഷ്യൻ്റെ വ്യക്തിത്വത്തെയും സവിശേഷ പ്രവൃത്തികളെയും സൂചിപ്പിക്കുന്നതിന് ആത്മാവ് എന്ന് പറയും. നാലാമതായി മനുഷ്യനിൽ ഉള്ളതാണ് റുആഹ്. പഴയ നിയമത്തിൽ 378ഓളം തവണ ഉപയോഗിക്കുന്ന ഈ പദത്തിൻ്റെ ഭൂരിപക്ഷ ഉപയോഗവും ദൈവത്തിൻ്റെ ആത്മാവിനെ കാണിക്കുന്നതിന് വേണ്ടിയാണ്, ദൈവത്തിൻ്റെ അരൂപിയെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ പദം കാറ്റ് എന്ന അർത്ഥത്തിൽ, വായു എന്ന അർത്ഥത്തിൽ ദൈവത്തിന് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? മനുഷ്യനെ ഈ പദത്തോട് ചേർത്ത് കാണുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? മനുഷ്യനിൽ ദൈവത്തിൻ്റെ വാസം ഉണ്ട്. മനുഷ്യജീവിതത്തിൽ ദൈവവും കൂടി ചേർന്നാണ് മനുഷ്യജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ചിന്തയാണ് ബൈബിൾ ഗ്രന്ഥകാരന്മാർ പുലർത്തിയതെന്നാണ്. അരൂപിയുടെ പ്രവർത്തനം അജ്ഞാതമായതിനാലാണ് അരൂപിയെ കാറ്റ് എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. കാറ്റ് അദൃശ്യമാണ്, അതിൻ്റെ ഗതിയോ അഗ്രാഹ്യവുമാണ്. അതുപോലെ തന്നെയാണ് ദൈവവും. ദൈവം അദൃശ്യനാണ്, അവിടുത്തെ പൂർണ്ണമായും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. അതിനാലാണ് കാറ്റ്, ദൈവം ഇവ താരതമ്യപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടാവും. കാറ്റ്, വായു ഭൗമമണ്ഡലം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് പോലെ
ദൈവം പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു എന്ന സങ്കല്പവും നമുക്ക് ഇവിടെ കണ്ടെത്താനായിട്ട് കഴിയും. അരൂപി എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? റുആഹ് രൂപമില്ലാത്തവനാണ്. രൂപമില്ലാത്തവനെയാണ് ആ രൂപി എന്ന് വിളിക്കുന്നത്. ഫോംലെസ്, രൂപമില്ലാത്തവൻ എങ്ങനെയാണ് പ്രവർത്തിച്ചത്? മനുഷ്യ സൃഷ്ടി തന്നെ അതിനെക്കുറിച്ചുള്ള സൂചനയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ പൂഴിയിൽ നിന്ന് മനുഷ്യനെ മെനയുന്നത് കാണുന്നുണ്ട്. പൂഴി മണ്ണാണ്. പൂഴിയിലേക്ക് ജീവശ്വാസം കടന്നു വരുന്നു, റുആഹ് കടന്നു വരുന്നു. പൂഴിയും സ്വർഗീയ ജീവശ്വാസവും കൂടെ ചേർന്നപ്പോൾ മനുഷ്യൻ ജീവനിലേക്ക് കടന്നു വരുന്നു. മനുഷ്യനിൽ സ്വർഗവും ഭൂമിയും ഒരുമിച്ച് ചേർന്നതായി നാം മനസ്സിലാക്കുന്നു. അരൂപി പിന്നീട് എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അരൂപി പൗത്രീകരിക്കുന്ന അരൂപിയാണ്. അവിടുന്ന് മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നു, പുതുജീവൻ നൽകി അവനെ നിത്യജീവിതത്തിനായി ഒരുക്കുന്നു. അവൻ്റെ ജീവിതം താൽക്കാലികമാണ്. എന്നാൽ അരൂപിയുടെ സ്പർശനത്തോടെ, റൂഹാഹിൻ്റെ സ്പർശനത്തോടെ നിത്യജീവനിലേക്ക് മനുഷ്യൻ മാറുകയാണ്. സങ്കീർത്തനം 51:11 നമ്മൾ കാണുകയാണ്, ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. ഇന്നില്ലാത്ത അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ നവചൈതന്യം കടന്നു വരിക എന്ന് പറയുന്നതിൻ്റെ പൊരുളെന്താണ്? മാറ്റത്തിൻ്റെ നാന്ദിയാണ് റുഹായുടെ സാന്നിധ്യം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അധ്വാനിച്ച് തളരുമ്പോൾ പരിശുദ്ധാത്മാവ് റൂഹ കുളിർ തന്നൽ പോലെ കടന്നു വന്ന് നമുക്ക് സാന്ത്വനമരുളുകയാണ്, പ്രത്യാശ നൽകുകയാണ്. ഈ അർത്ഥത്തിൽ വേണം അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങൾ എൻ്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക എന്ന മത്തായി സുവിശേഷത്തിലെ 11-28 വചനം നമ്മൾ കേൾക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. വിശ്വാസികളുടെ ഇടയിലേക്കുള്ള റൂഹിൻ്റെ കടന്നുവരവ് അവർ പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നുമായിരിക്കണമെന്നില്ല. പക്ഷേ റൂഹ് കടന്നു വരുന്നത് എപ്പോഴും നന്മയ്ക്ക് വേണ്ടിയാണ്. റൂഹാദ ഖുദീസയുടെ കടന്നുവരവ് നമ്മെ ഒരിക്കലും നാശത്തിലേക്ക് എത്തിക്കുന്നതല്ല, വളർച്ചയിലേക്ക് എത്തിക്കുന്നതാണ് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുവാൻ കഴിയും. അപ്പസ്തലന്മാർ ചിന്തിച്ചതുപോലെ ഒന്നുമല്ല പരിശുദ്ധാത്മാവ് കടന്നു വന്നതിന് ശേഷം അവർ പ്രവർത്തന നിരതരാകുന്നത്. അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അജ്ഞാതമായ മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞു വിടുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു. ഈ ദിവ്യാത്മാവിൻ്റെ, ദിവ്യാരൂപിയുടെ പ്രവർത്തനം മനുഷ്യ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തമാകുന്നുണ്ട്. പലവിധ പ്രവർത്തനങ്ങളിലൂടെ അത് എന്നും തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കും. തുടർന്നുള്ള പരമ്പരകളിലെ പ്രബോധനങ്ങളിൽ നമ്മൾ ഇവയുടെ ഓരോ പ്രത്യേക അർത്ഥങ്ങളും നമ്മൾ മനസ്സിലാക്കും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വചനത്തിൽ അരൂപി പ്രവർത്തനനിരതനാകുന്നതിലൂടെ ഒരുവനിൽ വരുന്ന സത്താപരമായ മാറ്റം, സൽക്കർമ്മങ്ങളുടെ നീണ്ട നിര വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഈ രീതിയിൽ ശാന്തതയോടുകൂടി കരുണ കാണിച്ചുകൊണ്ട് മുന്നേറുന്ന വ്യക്തിത്വങ്ങൾ ദൈവാത്മസ്പർശനത്തിൽ, ദൈവാത്മാവിൽ കഴിയുന്ന വ്യക്തിത്വങ്ങളായിരിക്കും. ചിലപ്പോൾ അരൂപിയുടെ പ്രവർത്തനം തകിടം മറിക്കുന്ന വിധത്തിലായിരിക്കും. നമുക്ക് സുപരിചിതമാണ് പൗലോസ്ലീഹായുടെ ജീവിതം. സാവൂളായി പണ്ട് കഴിഞ്ഞിരുന്ന ആ വ്യക്തി യഹൂദ ആചാരങ്ങൾക്കനുസരിച്ച് കാർക്കശ്യത്തോടുകൂടി വിശ്വസ്തനായി പ്രവർത്തിച്ച വ്യക്തി ഉത്തിതനെ കണ്ടപ്പോൾ, ഉത്തിതൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോൾ പൗലോസായി രൂപാന്തരപ്പെടുകയും ആകെ തകിടം മറിക്കുന്ന അനുഭവത്തിൻ്റെ ഉടമകളാകുകയും പരിശുദ്ധാത്മാവിൻ്റെ
പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തിത്വമാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളാണ് നമ്മളുടെ പഠനങ്ങൾക്ക് ആധാരമായി തന്നെ നിലകൊള്ളുന്നത്. തകർച്ച എന്ന് മനുഷ്യൻ കരുതുന്നിടത്ത് പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ അത്ഭുതങ്ങളാണ് നടക്കുന്നത്. തകർച്ചയല്ല, വളർച്ചയാണ് ആത്മസാന്നിധ്യത്തിൽ ഉണ്ടാകുന്നത് എന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ആരുടെയും സ്വന്തമല്ല എന്ന കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. റൂഹാദക്കുദിശയെ ഒരുവനും സ്വന്തമാക്കാൻ പറ്റുകയില്ല. അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് അന്ധനായിരിക്കുന്ന സാവൂളിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരുക്കുന്നത്. ശിഷ്യഗണത്തിലെ പേരുള്ള ആരെയുമല്ല, പ്രത്യുത ആ പേര് നമ്മൾ ആദ്യമായിട്ടാണ് ബൈബിളിൽ കണ്ടെത്തുന്നത്. അനനിയാസ് എന്ന് പറയുന്ന ആത്മാവ് നിറഞ്ഞൊരു വ്യക്തിയെ അവൻ്റെ വീട്ടിൽ ആത്മാവിൻ്റെ ഉപദേശമനുസരിച്ച് ഒരുക്കുകയും സാവൂളിൻ്റെ പക്കലേക്ക് പ്രാർത്ഥിക്കുവാനായി പറഞ്ഞയക്കുകയും ചെയ്യുന്നു. ആരുടെയും സ്വന്തമല്ല പരിശുദ്ധാത്മാവ്. അതിനാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവിൽ വളരുന്നതിൻ്റെ ഭാഗമായി പ്രപഞ്ചം മുഴുവനും പ്രവർത്തന നിരതനായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ വിവേചിക്കുവാനുള്ള വലിയ വളർച്ചയാണ് നാം ഓരോരുത്തരും സ്വന്തമാക്കേണ്ടത്. അതും നമ്മുടെ ഈ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കേണ്ടതായ വലിയൊരു കൃപയാണ്. പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ കണ്ടെത്തുക അതൊരു മഹാഭാഗ്യമായിരിക്കും. നമ്മളുടെ ഈ ധ്യാനമെല്ലാം അതിന് സഹായകമാകട്ടെ. ദൈവാത്മാവ് പഴയ നിയമത്തിൽ പല രൂപത്തിലും ഭാവത്തിലും പ്രവർത്തിക്കുന്നത് കാണാനായിട്ട് കഴിയും. സൃഷ്ടികർമ്മത്തിൽ, വസ്തുക്കളുടെ ക്രമീകരണത്തിൽ, മനുഷ്യ സൃഷ്ടിയിൽ, ദൈവജനത്തെ തിരഞ്ഞെടുക്കുന്നതിൽ, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന നേതൃനിരയെ ഒരുക്കുന്നതിൽ, അവരിൽ തന്നെ സ്ഥിരമായി വസിക്കുന്നതിൽ, താൽക്കാലികമായി വസിക്കുന്നതിൽ, അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നതിൽ, അങ്ങനെ പല വിധത്തിലാണ് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദിവ്യാത്മാവ് റൂഹാദക്കുദീശ പ്രവർത്തന നിരതനായിരുന്നത്. പഴയ നിയമ വ്യക്തിത്വങ്ങളെ എടുത്തു നോക്കുമ്പോൾ ആത്മാവ് കൊണ്ട് നിറഞ്ഞ വ്യക്തിത്വങ്ങളിൽ പ്രമുഖൻ മോശ തന്നെ. മോശ തകർന്നടിഞ്ഞ ജനത്തെ ഫറവോയുടെ കരങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുവാനായി കടന്നു ചെല്ലുന്ന രംഗമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഒരു വടി നീട്ടുവാനായിട്ടുള്ള നിർദ്ദേശം ലഭിക്കുന്ന അദ്ദേഹം അങ്ങനെ നീട്ടുന്നു. ഒരു കുളിർ തെന്നൽ കടന്നു വരുന്നു, ഒരു കാറ്റ് വീശുന്നു. ഉടനെ തന്നെ രംഗം മാറുന്നതായി നമ്മൾ കാണാം. റൂഹ കാറ്റായി കടന്നു വരുന്നു. കടലിന് മീതെ വടി നീട്ടുന്ന മറ്റൊരു രംഗം നമ്മൾ കാണുന്നുണ്ട്. കാറ്റയച്ചുകൊണ്ടാണ് അവിടെ ഒരു അത്ഭുതം നടക്കുന്നത്. റൂഹ ഇങ്ങനെയാണ് പ്രവർത്തന നിരതനാകുന്നത്. സാവൂളിൽ, അവരുടെ ആദ്യ രാജാവിൽ, പഴയ നിയമത്തിലെ ദൈവജനത്തിൻ്റെ ആദ്യ രാജാവിൽ പരിശുദ്ധാത്മാവ് റൂഹാദക്കുദീശ പ്രവർത്തന നിരതനായിരുന്നു. ദാവീദിൽ പ്രവർത്തന നിരതനായിരുന്നു. സാംസണിൽ, ന്യായാധിപന്മാരുടെ ഇടയിൽ നിന്ന് നോക്കുമ്പോൾ അവനിലും പ്രവർത്തന നിരതനായിരുന്നു. പ്രവാചകന്മാരിലും പ്രവർത്തന നിരതരായിരുന്നു. പ്രവാചകരെ പരിശുദ്ധാത്മാവ് വന്ന് ആവേശിച്ച് അവരുടെ വ്യക്തിത്വം തന്നെ മാറ്റം വരുത്തി അവരുടെ കർമ്മരംഗത്തേക്ക് വലിച്ച് ഇഴയ്ക്കുന്നത് പോലത്തെ അനുഭവം നമ്മൾ പല പ്രവാചകരിലും കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ റൂഹിൻ്റെ പ്രവർത്തന ശൈലി ആന്തരിക പ്രചോദനത്തിലൂടെയാവാം, ഒരു പ്രത്യേക ദൈവാനുഭവമാവാം. ഒരു ഹർഷമൂർച്ച അല്ലെങ്കിൽ എക്സ്റ്റസി എന്നൊക്കെ വാക്കുകൾ ഉപയോഗിക്കും. ഒരു പ്രത്യേക ദൈവാനുഭവമാണ്. യേശയ്യാ പ്രവാചകൻ ദൈവദർശനം കൊണ്ട് നിറയുന്നത് ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴായിരുന്നു തോന്നുന്നു. 6-ാം അധ്യായത്തിൽ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ആ ദർശനത്തിൽ ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് അദ്ദേഹം മാറുകയാണ്. ദൈവത്തെ അടുത്തറിയുന്നു, പക്ഷെ അദ്ദേഹം ആ എക്സ്റ്റസിയിൽ നിറഞ്ഞു നിൽക്കുന്ന പോലത്തെ അനുഭവം നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. പ്രചോദിതമായി പ്രസംഗിക്കുവാനുള്ള കൃപ അവർക്ക് ലഭിക്കുന്നുണ്ട്. വിദൂര സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള ഭാഗ്യം ഈ റൂഹ് അവർക്ക് നൽകുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിലേക്ക് ചിലപ്പോൾ ആവഹിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണാം. അങ്ങനെ ദൈവത്തിൻ്റെ വക്താക്കളായി പ്രവർത്തിക്കുന്ന സുന്ദരമായ മുഹൂർത്തം നമ്മൾ മനസ്സിലാക്കുന്നു. പഴയ നിയമത്തിൽ തന്നെ
വരാനിരിക്കുന്ന ഒരു രക്ഷകൻ, ആത്മാവ് കൊണ്ട് നിറഞ്ഞവൻ, ഈ രക്ഷകനിലൂടെ ഉദയം ചെയ്യാൻ പോകുന്ന ഒരു രക്ഷകൻ്റെ സമൂഹം, മെസ്സിയാനിക സമൂഹം, ഇതിനെക്കുറിച്ചും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ മെസ്സിയാനിക സമൂഹം നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ പുതിയ സംസ്കൃതിയുടെ ഒരു സമൂഹമാണ്. എന്താണ് അവരുടെ പ്രത്യേകത? ജോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-29 വചനങ്ങളിൽ വരാനിരിക്കുന്ന ആത്മവർഷത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ആത്മവർഷം നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അന്ന് ഇങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും. ക്രിസ്തുനാഥനാണ് മെസ്സിയ. ആ മിശിഹായുടെ ശിഷ്യരാകുവാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് നാം എല്ലാവരും. മെസ്സിയാനിക സമൂഹം ക്രിസ്തുവിൻ്റെ വരവോടെ രൂപപ്പെട്ട് കഴിഞ്ഞു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ഈ സമൂഹത്തിൻ്റെ അംഗങ്ങളാകുകയുമാണ്. അവരിൽ സമാധാനം, ശാന്തി, പരിശുദ്ധി, ജീവൻ, പൂർണ്ണത, ധർമ്മനിഷ്ഠ ഇവയെല്ലാം തിളങ്ങി വരേണ്ടതുണ്ട്. ഇതിനായി നമുക്ക് കൊതിക്കാം, നമുക്ക് പ്രത്യേക വിധത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പാവനാത്മനേ, സ്നേഹരൂപനേ, കനിവോടെ അണയണമേ, ഉള്ളിൽ വരദാനമരുളേണമേ, ജീവനാളമായി ലോകപാതയിൽ വരമാരി ചൊരിയണമേ, നിത്യഫലമായി നീ അണയണമേ, ആശ്വാസം നൽകാൻ, ചൈതന്യം പകരാൻ, അഗ്നിനാളമായി അവിടും എന്നിൽ നിറയണമേ, പാവനാത്മനേ, സ്നേഹരൂപനേ, കനിവോടെ അണയണമേ, ഉള്ളിൽ വരദാനമരുളേണമേ. പ്രിയമുള്ളവരെ, യഹോവയുടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 1968 ഒരു എക്യുമെനിക്കൽ കൗൺസിൽ നടന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത അവസ്ഥ എന്ത്, പരിശുദ്ധാത്മാവ് ഉള്ളപ്പോഴത്തെ അവസ്ഥ എന്ത് എന്ന ഒരു കാര്യത്തെക്കുറിച്ച് ലത്താക്കിയയിലെ മെത്രാപ്പൊലീത്ത ഇഗ്നാസിയോസ് പ്രതിപാദിക്കുകയുണ്ടായി. ആ പ്രതിപാദനത്തിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് 1-2 ചിന്തകൾ കൂടി പങ്കുവയ്ക്കട്ടെ. പരിശുദ്ധാത്മാവില്ലാത്തപ്പോൾ ദൈവം അങ്ങ് അകലെ എന്ന് തോന്നിപ്പോകാം. ഗോഡ് ഈസ് ഫാർ അവേ. ക്രൈസ്റ്റ് റിമെയിൻസ് ഇൻ ദ പാസ്റ്റ്. ഒരു ചരിത്രപുരുഷൻ എന്നോണം അവിടുന്ന് ഒരു ഭൂതകാല യാഥാർത്ഥ്യമായി നമുക്ക് തോന്നിയേക്കാം. സഭ എന്ന് പറയുന്നതോ ഒരു സംഘടനയായി അനുഭവപ്പെട്ടേക്കാം. അധികാരം എന്ന് പറയുന്നതോ ആധിപത്യത്തിൻ്റെ ഉപകരണമായി തോന്നിയേക്കാം. മിഷൻ പ്രവർത്തനമോ പ്രൊപ്പഗാൻഡയുടെ പരസ്യത്തിൻ്റെ ഒരു വേദി. ലിറ്റർജി എന്ന് പറയുന്നതോ ബോറിംഗ് റൂബ്രിക്സിൻ്റെ ഒരു സമുച്ചയം. ക്രിസ്ത്യൻ ലിവിങ്, ക്രിസ്തീയ ജീവിതമോ എ സ്ലേവ് മൊറാലിറ്റി എന്ന രീതിയിൽ തോന്നിയേക്കാം. എന്നാൽ ആത്മാവിൻ്റെ സ്പർശനം കിട്ടിയാലോ? മെത്രാപ്പൊലീത്ത വിശദീകരിക്കുകയാണ്. ഗോഡ് ഈസ് ഇമ്മാനുവേൽ, അവിടെ നമ്മോടുകൂടെ എന്ന അനുഭവത്തിലേക്ക് നമ്മൾ മാറുകയാണ്. ക്രൈസ്റ്റ് ഈസ് പ്രസന്റ്, റിസൺ ലോർഡ് ഈസ് പ്രസന്റ്. ഉത്തിതൻ സമീപസ്ഥനാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയായി. സഭ എന്താണ്? എ സാക്രമെന്റ് ഓഫ് ഗോഡ്സ് ലവ്. സഭ ദൈവസ്നേഹത്തിൻ്റെ കൂദാശയെ അനുഭവപ്പെടുകയാണ്. നേതൃത്വമോ ശുശ്രൂഷിക്കുന്ന വിമോചന ശുശ്രൂഷയുടെ നേതൃത്വമായി മാറി. മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് പുത്തൻ പെന്തക്കോസ്ത് അനുഭവമായി. ലിറ്റർജി എന്ന് പറയുന്നതോ ഒരു വലിയ അനുഭവമായി സജീവമായി നമുക്ക് അനുഭവപ്പെടുകയാണ്. അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങളോ ഹ്യൂമൻ ആക്ഷൻ ദൈവീകൃതമായ ദൈവത്തിലേക്കുള്ള വളർച്ചയുടെ ചാലുകളായി മാറും. ഹ്യൂമൻ ആക്ഷൻ ഈസ് ഡെയിഫൈഡ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് കൊതിക്കാം.
വെളിപാടിൻ്റെ പുസ്തകത്തിൽ നാം കേൾക്കുന്ന ആ തിരുവചനവും കൂടി നമുക്ക് ഈ തരുണത്തിൽ ശ്രവിക്കാം. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 17-ാം തിരുവചനം. ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. നമുക്കൊരു നിമിഷ നേരം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ സജീവ സാന്നിധ്യം ഞങ്ങൾ ഏറ്റുപറയുന്നു. സൃഷ്ടജാലങ്ങളിലും ഞങ്ങളിലും കുടികൊള്ളുന്നതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദാഹാർത്ഥമായ ഹൃദയത്തോടെ ജീവജലത്തിൻ്റെ ഉറവിടമായ അങ്ങയെ പ്രാപിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങളുടെ വ്യക്തിത്വങ്ങളെ നവീകരിക്കണമേ. ഞങ്ങൾക്ക് നവചൈതന്യം പ്രദാനം ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ്. തനയൻ തഞ്ജന